ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗാസയിലെ പലസ്തീനികളെ വധശിക്ഷയ്ക്ക് വിധിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് ഇസ്രായേൽ സൈന്യത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ്. ഇസ്രായേലിന്റെ കരയാക്രമണത്തിൽ ഒക്ടോബർ 7-ാം തീയതി മുതൽ വടക്കൻ ഗാസ മുനമ്പിൽ ഇസ്രായേലി സൈന്യം 137 പലസ്തീൻ സിവിലിയന്മാരുടെ സംഗ്രഹ വധശിക്ഷ നടപ്പിലാക്കി എന്നതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നതായി AFP റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലി സൈന്യം ഗാസ സിറ്റിയുടെ കിഴക്കു ഭാഗത്തായി തടവിലാക്കിയ ഡസൻ കണക്കിന് പൗരന്മാരെ അതിക്രൂരമായി വധിച്ചു കുഴിച്ചുമൂടുകയും ചെയ്തു എന്നാണ് ഹമാസിന്റെ അവകാശവാദം. ഈ ആഴ്ച പലസ്തീനിലെ വടക്കൻ പട്ടണമായ ജബലിയയിൽ റെയ്ഡിനിടെ ഡസൻ കണക്കിന് പലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്നും പരസ്യമായി വധശിക്ഷയ്ക്ക് വിധിച്ചെന്നും ഹമാസ് ആരോഗ്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. തെളിവുകൾ നശിപ്പിച്ച് നിരായുധരായ 11 പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം വധശിക്ഷയ്ക്ക് വിധിച്ചുവെന്ന വിവരങ്ങൾ ലഭിച്ചതായി UN മനുഷ്യാവകാശ ഓഫീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗാസയിലെ റിമാൽ പരിസരത്താണ് കൊലപാതകങ്ങൾ നടന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധക്കുറ്റകരമാണെന്ന് ആരോപിക്കപ്പെടുന്ന സൈനിക നടപടികളിൽ അന്വേഷണം നടത്തണമെന്ന് ഇസ്രായേലിനോട് UN മനുഷ്യാവകാശ ഓഫീസ് ആവശ്യപ്പെട്ടു. നിലവിൽ ഒരു ബുൾഡോസറിന്റെയും സൈനിക വാഹനങ്ങളുടെയും അകമ്പടിയോടെ ഇസ്രായേൽ സൈന്യം ജനീനിലേക്ക് കടന്നതായി വഫ അതിർത്തി ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ബെത്ലഹേം, ജെറീക്കോ, ക്വാലാൻഡിയ അഭയാർത്ഥി ക്യാമ്പ്, അതുപോലെ ഹെബ്രോൺ, യാട്ട, നെബ്ലസിന്റെ തെക്ക് ഭാഗമായ ബെയ്റ്റ്, കാര്യൌട്ട് പട്ടണങ്ങളിലും ഇസ്രായേൽ സൈന്യം റെയ്ഡുകൾ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. പലസ്തീൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഗാസയിൽ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ പലസ്തീനികളുടെ ആകെ എണ്ണം 20,258 വർദ്ധിച്ചെന്നും പരിക്കേറ്റവരുടെ എണ്ണം 53,688 എന്നുമാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ വളരെ കൃത്യമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടുകൾ. ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറാൻ അമേരിക്ക ഇസ്രായേലി സർക്കാരിന് മേൽ സ്വാധീനം ചെലുത്തിയെന്ന റിപ്പോർട്ടുകൾ തള്ളിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പ്രതിവാര ക്യാബിനറ്റ് യോഗത്തിൽ ഇസ്രായേൽ ഗാസയ്ക്കെതിരെയുള്ള സൈനിക പ്രവർത്തനം വിപുലീകരിക്കരുത് എന്ന് വാഷിംഗ്ടൺ സമ്മർദ്ദം ചെലുത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഗാസയിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ US തടസ്സപ്പെടുത്തിയെന്നും തടയുമെന്നും അവകാശപ്പെടുന്ന തെറ്റായ വാർത്തകൾ ഞാൻ കണ്ടെന്നും ഇതൊന്നും ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ ഒരു പരമാധികാര രാഷ്ട്രമാണ്. യുദ്ധവുമായി സംബന്ധിച്ച തീരുമാനങ്ങൾ രാജ്യത്തിന്റെ താൽപര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അവ എന്തൊക്കെയാണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല എന്ന് നെതന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞു. ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ ബാഹ്യ സമ്മർദ്ദങ്ങളാൽ നിർണയിക്കപ്പെടുന്നതല്ല എന്ന് നെതന്യാഹു കൂട്ടിച്ചേർത്തു. തങ്ങളുടെ സേനയെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് IDFന്റെ സ്വതന്ത്ര തീരുമാനമാണെന്നും മറ്റാരുടേതുമല്ല എന്നും നെതന്യാഹു ഉറച്ചങ്ങ് പറഞ്ഞു. ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിന് സമാനമായി ലെബനനിലെ ഹിസ്ബുള്ളയെ ആക്രമിക്കരുത് എന്ന് നെതന്യാഹുവിനെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രേരിപ്പിച്ചതായി വാൾസ്ട്രീറ്റ് ജേണൽ ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. പലസ്തീൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഗാസയിൽ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ പലസ്തീനികളുടെ ആകെ എണ്ണം 20,000-ത്തിനു മേലെയായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരം പ്രതിഷേധങ്ങൾ വർദ്ധിക്കുന്നത്. എന്നാൽ ഹമാസ് നടത്തുന്ന ഒരു കാര്യവും എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ അതല്ലെങ്കിൽ UN ഒന്നും എതിർക്കാത്തത് എന്നതാണ് നെതന്യാഹു വീണ്ടും വീണ്ടും ചോദിക്കുന്ന ചോദ്യം. യുദ്ധമുഖത്ത് ഇസ്രായേൽ സൈന്യവുമായി പോരടിക്കുന്ന ഹമാസ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വരെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കടത്തുന്നതിനും മറ്റും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് IDFന്റെ വെളിപ്പെടുത്തൽ. അടുത്തിടെ ഇസ്രായേൽ സൈന്യത്തിന്റെ പിടിയിലായ ഹമാസിന്റെ സെയ്തൂൻ ബറ്റാലിയൻ കമാൻഡറായ മുസ്തഫ അൽഖൈറാണ് ഇസ്രായേൽ സൈന്യത്തോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അത് വീഡിയോ രൂപത്തിൽ തന്നെ IDF പുറത്തുവിടുകയും ചെയ്തിരുന്നു. സ്വന്തം ജീവൻ അപകടത്തിലാകാതിരിക്കാൻ വേണ്ടിയാണ് കുട്ടികളെ ഏറെ അപകടം നിറഞ്ഞ ഇത്തരം പണികൾക്ക് നിയോഗിക്കുന്നത് എന്നാണ് മുസ്തഫ അൽഖൈർ വെളിപ്പെടുത്തിയത്. ഇതിനായി കുട്ടികളെ പ്രത്യേകമായി റിക്രൂട്ട് ചെയ്യുന്നുമുണ്ട്. ഈ മാസം 8-ാം തീയതിയാണ് മുസ്തഫയെ ഇസ്രായേൽ സൈന്യം പിടികൂടുന്നത്. സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ കുട്ടികളെയാണ് ഹമാസ് ഉപയോഗിക്കുന്നത്. പരിശോധന കർശനമാക്കിയതുകൊണ്ട് തന്നെ മുതിർന്നവർ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നത് തീർത്തും അസാധ്യമാണ്. അതുകൊണ്ടാണ് കുട്ടികളെ ഉപയോഗിക്കുന്നത്.
പച്ചക്കറികൾ നിറച്ച പ്ലാസ്റ്റിക് ബക്കറ്റുകളിൽ ഒളിപ്പിച്ചാണ് ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കളും ഒക്കെ കടത്തുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വീട്ടിലോ സ്ഥലത്തോ ഇത്തരം ബക്കറ്റുകൾ ഏൽപ്പിക്കാനാവും കുട്ടികളോട് ആവശ്യപ്പെടുന്നത്. കുട്ടികളെ വിശദമായി പരിശോധിക്കാത്തതുകൊണ്ട് ഇത്തരം കടത്ത് ഒട്ടുമുക്കാലും വിജയകരമായി പര്യവസാനിക്കുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അറിയാനും ഹമാസ് കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സൈന്യത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ പ്രത്യേക അടയാളം കാണിക്കാനോ കൊടിവീശി കാണിക്കാനോ ആകും ആവശ്യപ്പെടുക. ഇസ്രായേൽ സൈന്യത്തെ ചതിയിൽപ്പെടുത്താനും കുട്ടികളെ ഉപയോഗിച്ചിരുന്നു എന്ന് മുസ്തഫ വെളിപ്പെടുത്തി. രക്ഷിക്കണേ എന്ന് അലറി വിളിച്ചോടുന്ന കുട്ടികളുടെ പുറകെ കാര്യമറിയാതെ എത്തുന്ന സൈനികരാണ് അപകടത്തിൽപ്പെടുന്നത്. ഇങ്ങനെ എത്തുന്ന ഇസ്രായേൽ സൈനികർ പിന്നീട് ജീവനോടെ പുറം ലോകം കാണുന്നില്ല എന്നാണ് ഉറപ്പാക്കുന്നത്. ഇസ്രായേൽ സൈനികരെ കെണിയിൽപ്പെടുത്തുന്നതിനായി കളിപ്പാട്ട ബോംബുകളുമായി കുട്ടികളെ നിയോഗിക്കുന്നുണ്ട്. അപകടകരമായ പ്രവൃത്തികൾക്ക് കുട്ടികളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും ഒരിക്കലും അവരെ തങ്ങളുടെ പോരാളികളായി അവർ അംഗീകരിക്കില്ല. 18 വയസ്സ് തികയുന്നതുവരെ ഒരു കുട്ടിയെയും ഹമാസിന്റെ ഔദ്യോഗിക പോരാളികളായി കണക്കാക്കാനാവില്ല എന്നാണ് മുസ്തഫ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹമാസ് പോരാളികൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യവും പരിഗണനയും ഈ ചാവേറു കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുമില്ല. ഹമാസിന് ഏതു വിധേനയും ജൂതന്മാരോടുള്ള പകയാണ് വർക്കൗട്ട് ആക്കേണ്ടത്. അതിന് എന്തു മാർഗവും സ്വീകരിക്കാൻ അവർ സന്നദ്ധരാണ്. കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ പരിചകളായി ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി, എന്ത് കുടില തന്ത്രങ്ങൾ മെനഞ്ഞിട്ടാണെങ്കിലും ശരി, 6-ാം നൂറ്റാണ്ടിന്റെ കിതാബിൽ ഉൽപ്പാദിപ്പിച്ച ഈ ജൂതവിരോധം എങ്ങനെ വർക്കൗട്ട് ആക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഹിസ്ബുള്ളയും ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്നാൽ ഹിസ്ബുള്ള വിചാരിക്കും പോലെ ഹിസ്ബുള്ളയ്ക്ക് ജൂതന്മാരെ തൊടാൻ സാധിക്കില്ല. ഹമാസ് തുടങ്ങിവെച്ച ഈ യുദ്ധം ഗാസയിൽ മാത്രം ഒതുങ്ങില്ലെന്ന സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. ഹമാസിനെ മാത്രമല്ല ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ബെഞ്ചമിൻ നെതന്യാഹു കുറിവെച്ചതോടെ യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണ് ലബനൻ. എന്നാൽ അപകടം മണത്ത US പ്രസിഡന്റ് ജോ ബൈഡൻ മറ്റൊരു യുദ്ധം ഒഴിവാക്കാൻ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്ത്. ബെഞ്ചമിൻ നെതന്യാഹു മറ്റൊരു യുദ്ധം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് US ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ അമോസ് ഹോക്സ്റ്റിന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയത്. ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ആയിരക്കണക്കിന് സൈനികരെ US പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരുന്നു. ഇസ്രയേലിനെതിരെ രണ്ടാമതൊരു യുദ്ധം ആരംഭിക്കുന്നതിൽ നിന്ന് ലബനനിലെ ഹിസ്ബുള്ളയെയും ഇറാനെയും വിലക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ലബനനുമായും ഇസ്രയേലുമായും അടുത്ത ബന്ധമാണ് വൈറ്റ് ഹൌസ്, US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്, പ്രതിരോധ വകുപ്പ് എന്നിവ പുലർത്തുന്നതെന്ന് US ദേശീയ സുരക്ഷാ കൌൺസിൽ അറിയിച്ചു. ലബനനെതിരെയുള്ള യുദ്ധത്തിന് അമേരിക്ക പിന്തുണ നൽകില്ലെന്നും ഇസ്രയേൽ ഒറ്റയ്ക്കായിരിക്കുമെന്നും ബൈഡൻ വ്യക്തമാക്കിയതായാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. ഹമാസിന്റെ ആക്രമണത്തിനെ തുടർന്ന് ഹിസ്ബുള്ളക്കെതിരെ മുൻകരുതൽ ആക്രമണം നടത്തുന്നതിൽ നിന്ന് ഇസ്രയേലിനെ US വിലക്കിയിരുന്നു. അത് വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് US ഭയപ്പെടുന്നു. ഒക്ടോബർ 7-ന് അതായത് ഇനിയും എങ്ങാനും ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഹിസ്ബുള്ള ഇങ്ങോട്ട് ആക്രമിക്കും എന്ന് മനസ്സിലാക്കി, അതല്ലെങ്കിൽ ആക്രമിച്ചതിന് ശേഷം ഇസ്രായേൽ അങ്ങോട്ട് ഹിസ്ബുള്ളയെ ആക്രമിച്ചാൽ ഹിസ്ബുള്ള, യമൻ സൈന്യം, പിന്നെ ഹമാസ് ഭീരുക്കൾ അല്ലെങ്കിലും ഉണ്ടല്ലോ ഇവരോടൊപ്പം തന്നെ, പിന്നെ ഹൂതികൾ, ഇവരെല്ലാവരും ചേർന്ന് ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ഇസ്രായേലും മിണ്ടാതിരിക്കുമോ? ഇസ്രായേലിനെ ഇനിയും ഹിസ്ബുള്ള ആക്രമിക്കുന്നെങ്കിൽ ബ്രിട്ടൻ മിണ്ടാതിരിക്കില്ല, ഫ്രാൻസ് മിണ്ടാതിരിക്കില്ല, US മിണ്ടാതിരിക്കില്ല. ഹൂതികളെയും യമനെയും ഇറക്കി കളിക്കുന്ന ഇറാന് മിണ്ടാതിരിക്കുമോ? അതുകൊണ്ടാണ് US ഭയക്കുന്നത്. ഇതൊരു ലോക മഹായുദ്ധത്തിലേക്ക് പോകുകയും ഇപ്പം സംഭവിച്ചതിനേക്കാൾ വലിയ തോതിലുള്ള വിനാശകരമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ആ നശീകരണവും ആ വലിയ ഒരു ഭീകരതയും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ US ഇസ്രായേലിനെ വിലക്കുന്നതെങ്കിലും ഇസ്രായേൽ പറയുന്നു, ഞങ്ങൾ ഒരു പരമാധികാരമുള്ള രാജ്യമാണ്, ഞങ്ങളുടെ സൈനികർ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരോട് ചെയ്യണം, എത്ര ചെയ്യണം, അത് മറ്റൊരു രാജ്യത്തെ പ്രതിനിധികളാൽ, മറ്റൊരു രാജ്യത്തെ ഭരണാധികാരികളാൽ നിയന്ത്രിക്കപ്പെടേണ്ടതല്ല. ഇതാണ് പറഞ്ഞത്. അപ്പോ കുട്ടികളെ ഉപയോഗിച്ച് സൈനികരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്ത് ഇസ്രായേൽ ഹമാസ് ഭീകരരെ കൂട്ടക്കുരുതി ചെയ്യുന്നു എന്ന് മറുഭാഗത്ത്. അപ്പോൾ ഇസ്രായേലിലും പൊലിഞ്ഞു വീഴുന്നത് ജീവനുകൾ തന്നെയാണ്, ഇസ്രായേലിലും അനാഥമാക്കപ്പെടുന്നത് കുഞ്ഞുങ്ങൾ തന്നെയാണ്, അവിടെയും വൈധവ്യം പേറുന്നത് സ്ത്രീകൾ തന്നെയാണ്, അവരും പച്ചയായ മനുഷ്യരാണ്. അപ്പോൾ ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ അങ്ങോട്ട് മാന്തിപ്പൊളിക്കും, അങ്ങോട്ട് അനുഭവിക്കുക, അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. രക്ഷിക്കണേ എന്ന് നിലവിളിച്ച് കുഞ്ഞുങ്ങളെ ഓടിച്ചു വിടുകയും അവിടെ പതിയിരുന്ന് ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുകയും ചെയ്യുന്നവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ രക്ഷിക്കണേ എന്ന് വിളിച്ചോടുന്ന
ഗാസയിലെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ചെല്ലുന്നത് മാനുഷിക പരിഗണന, ആ പൈതലിന്റെ വേദന മനസ്സിലാക്കുന്ന ഒരു ഇസ്രായേലി സൈനികനാണ്. ഇസ്രായേലി കുഞ്ഞുങ്ങളല്ല രക്ഷിക്കണേ എന്ന് വിളിച്ചിട്ട് ഓടുന്നത്. എന്നിട്ട് ആ രക്ഷിക്കാൻ ചെല്ലുന്ന സൈനികനെ കൊന്ന് ചതിപ്രയോഗത്തിലൂടെ ജൂതവിരോധം വർക്കൗട്ടാക്കാൻ ശ്രമിക്കുന്ന ഹമാസ് ഭീകരരോട് ഇനിയും ഇസ്രായേൽ ക്ഷമിക്കരുത്, ക്ഷമിക്കില്ല, ക്ഷമിക്കാൻ കഴിയില്ല ഇസ്രായേലിന്. നന്ദി.